നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്നും കാണാതായ 14 വയസ്സുകാരിയായ ദളിത് വിദ്യാർത്ഥിനിയെ വാണിയമ്പലം തൊടികപ്പുലം പുള്ളിപ്പാടത്ത് കുറ്റിക്കാട്ടിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ വാർത്ത ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പുറംലോകം അറിയുന്നത്. പ്രായത്തിനപ്പുറം വളർന്ന പ്രണയപ്പകയാണ് 9ാം ക്ലാസ്സുകാരിയുടെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലാണ് പോലീസ്. സംശയരോഗവും അടക്കാനാവാത്ത പ്രകോപനവും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ ഇതേ സ്കൂളിൽ +2 വിദ്യാർത്ഥിയായ 16 വയസ്സുകാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വെറും 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്തിരിക്കുന്നത്. 14-കാരിയുടെ കൊലപാതകം പ്രണയപ്പകയാണെന്ന നിഗമനത്തിലാണിപ്പോൾ പോലീസ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. ഇവിടെ ഒരു 16 വയസ്സുകാരൻ്റെ പ്രണയപ്പക എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. +1 വിദ്യാർത്ഥിയായ കൂട്ടുകാരൻ്റെ ഭീഷണികൾക്കും പീഡനത്തിനും ഒടുവിലാണ് പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും പിടിയിലായ ആൺകുട്ടിയും. രണ്ടുപേരും സാമ്പത്തിക ശേഷി കുറഞ്ഞ ഇടത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അവൻ്റെ ഉള്ളിലെ എന്തിനും മടിയില്ലാത്ത ഒരു ക്രിമിനലിൻ്റെ ബുദ്ധി കൂടി ഇവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം വളരെ പൈശാചികമായിട്ടാണ് ഇവിടെ ഈ 16-കാരൻ കൊല നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, അതിനുശേഷവും ആ കൊലയെക്കുറിച്ച് വിവരിക്കുമ്പോഴും യാതൊരു ഭയമോ വിഷമമോ ഒന്നും തന്നെ ആ പയ്യൻ്റെ മുഖത്ത് കാണാനില്ലായിരുന്നു. റെയിൽവേ പുറമ്പോക്കിലെ കുറ്റിക്കാട്ടിൽ പെൺകുട്ടിയുടെ തന്നെ വസ്ത്രം ഉപയോഗിച്ച് കൈകൾ മുന്നിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതായി പിടിയിലായി വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം. പെൺകുട്ടിയുടെ തന്നെ വസ്ത്രങ്ങൾ അടങ്ങിയ സ്കൂൾ ബാഗും ചെരുപ്പും പരിസരത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി വന്നാലേ മരണകാരണം കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ഇതുവരെയും താൻ തനിയെ തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ആൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ സാധാരണ പോലെ അനുജതിക്കൊപ്പം സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി സ്കൂൾ ഗേറ്റ് വരെ ചെന്നെങ്കിലും ക്ലാസ്സിൽ എത്തിയിരുന്നില്ല. ഒരുപക്ഷെ അവധിയാകാം എന്ന് കരുതിയാകാം അധ്യാപകരും കാര്യമായി അന്വേഷിച്ചില്ല. സ്കൂൾ സമയം കഴിഞ്ഞിട്ടും വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാവ് പോലീസിനെ അറിയിച്ചു. ഒപ്പം തന്നെ വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിയുമായി അടുപ്പമുണ്ടായിരുന്ന കാര്യം ബന്ധുക്കൾ അറിയിച്ചു. തുടർന്ന് പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് കണ്ടെത്താൻ ശ്രമം നടത്തി. ഇതിനിടെ വൈകിട്ട് 6-ന് പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ച് ഉടൻ എത്താമെന്ന് പറഞ്ഞെങ്കിലും എത്തിയില്ല. പിന്നീട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിനിയും 16 വയസ്സുകാരനും തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് ഇരുവരും വാണിയമ്പലത്ത് വാഹനത്തിൽ എത്തിയതാണെന്നാണ് പോലീസ് കരുതുന്നത്. ട്രെയിൻ മാർഗം ഇറങ്ങി പുള്ളിപ്പാടത്ത് എത്തിയതാണോ എന്നും പരിശോധിക്കുന്നു. കുട്ടിയെ കാണാതായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഏറ്റവും ഒടുവിൽ പെൺകുട്ടിയുടെ ടവർ ലൊക്കേഷൻ കണ്ട തൊടികപ്പുലം ഭാഗത്ത് പോലീസ് അന്വേഷണം എത്തുന്നത്. ഈ ഭാഗത്തും തിരച്ചിൽ ശക്തമാക്കി. അതിനിടെ നാട്ടുകാരും ബന്ധുക്കളും വിദ്യാർത്ഥിയെ കണ്ടെത്തി. ചോദിച്ചപ്പോൾ പെൺകുട്ടിയുമായി വൈകിട്ട് പിരിഞ്ഞെന്നും പിന്നീട് കണ്ടില്ലെന്നും അറിയിച്ചു. ഇന്നലെ രാവിലെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ തൊടികപ്പുലത്ത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി പറഞ്ഞ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമമുണ്ടായി. കൊലപാതകം നടത്തിയ ശേഷം പ്രതി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ പോലീസിനെ കണ്ടപ്പോൾ മാറി നിന്ന ഇയാൾ പിന്നീട് സമീപത്തെ ഒരു വീട്ടിലെത്തി വെള്ളം ചോദിച്ചു. ആ വീട്ടുകാരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വന്തം അച്ഛനെ വിളിച്ചു. അച്ഛനെത്തിയ ശേഷമാണ് പ്രതി അവിടെ നിന്നും പോയത്. ഈ ഫോൺ കോളാണ് പ്രതിയെ കുടുക്കാൻ പോലീസിനെ സഹായിച്ചതെന്നാണ് വിവരം. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ആൺകുട്ടിയുള്ളത്. ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ബൈക്കിൽ വരുമ്പോൾ ട്രെയിൻ കണ്ട് പേടിച്ചോടിയെന്നും രണ്ടുപേരും 2 വശത്തായെന്നും പിന്നീട് കണ്ടില്ലെന്നായിരുന്നു പ്രതി പറഞ്ഞത്. എന്നാൽ പോലീസ് കൃത്യമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ 16-കാരൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് കരുവാരക്കുണ്ടിൽ നിന്നും പാണ്ടിക്കാട് വണ്ടൂർ വഴി ബസ് മാർഗം ഇരുവരും വാണിയമ്പലത്തെത്തിയത്. വാണിയമ്പലത്ത് നിന്ന് റെയിൽവേ പാതയിലൂടെ നടന്നാണ് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയത്.
മറ്റൊരാളോട് അടുപ്പമുണ്ടെന്ന സംശയത്തെ ചൊല്ലി പ്രതി അവിടെ വെച്ചും പെൺകുട്ടിയെ ശകാരിച്ചു. വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ ആൺസുഹൃത്ത് ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയുടെ കൈകൾ കെട്ടുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററും സമീപത്തെ വീട്ടുകാരും പ്രതിയെ സംഭവ ദിവസം കണ്ടിരുന്നു. ഇത് കേസിൽ നിർണായക തെളിവായി മാറും. നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ആളൊഴിഞ്ഞ സ്ഥലമെന്ന് മനസ്സിലാക്കിയാണ് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയതെന്നും ആൺകുട്ടി പോലീസിനോട് പറഞ്ഞു. കൈയും കാലും കൂട്ടിക്കെട്ടി പീഡിപ്പിച്ചെന്നും മൊഴിയിലുണ്ട്. കരുവാരക്കുണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത 16-കാരൻ നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. അതേസമയം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാമെന്ന് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഒറ്റയ്ക്ക് ഒരാളുടെയും സഹായമില്ലാതെ ഇത് ചെയ്യാനാവില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിജനമായ ഇടത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം നടവഴിയുള്ള സ്ഥലമല്ലെന്നും വിജന വഴിയാണെന്ന് നാട്ടുകാരും പറഞ്ഞു. ജനസമ്പർക്കമില്ലാത്ത സ്ഥലമാണെന്നും നാട്ടുകാർ പറഞ്ഞു. പെൺകുട്ടി പഠിക്കുന്നത് ഈ സ്ഥലത്ത് നിന്നും 10-20 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ മറ്റൊരു സ്കൂളുമുണ്ട്. ആൺകുട്ടിയുമായി തെളിവെടുപ്പ് എന്ന നിലയിലാണ് പോലീസ് എത്തിയത്. കുട്ടിയോട് സംസാരിച്ചപ്പോൾ പോലീസിന് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. സാധാരണ കുടുംബമാണ് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. പെൺകുട്ടിയെ കാണാതിരുന്നാൽ അസ്വസ്ഥനാവുകയും അന്വേഷിച്ച് വീട്ടിലെത്തുകയും ചെയ്യുന്ന ശീലം ആൺസുഹൃത്തിനുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിലെത്തി ശല്യം ചെയ്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. പോലീസ് ആൺകുട്ടിയെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പ്രകോപിതനാകുന്ന സ്വഭാവക്കാരനായ സുഹൃത്തിനെ പെൺകുട്ടിക്കും ഭയമായിരുന്നു. പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ 2 കൊല്ലത്തിനിടെ ഉണ്ടായതും വലിയ മാറ്റങ്ങളാണെന്നും അയൽവാസികൾ പറയുന്നു. ഹൈസ്കൂൾ പഠനം വരെ ശാന്തനായിരുന്നു ആൺകുട്ടി. പക്ഷേ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് എത്തിയതോടെ ആകെ മാറിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിയന്ത്രണം വിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് അടുത്ത കാലത്തായി പ്രകടിപ്പിച്ചിരുന്നത്. പലപ്പോഴും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വളരെ പരുഷമായി പെരുമാറിയിരുന്നതായും പറയുന്നു. വിലക്കുകൾ ലംഘിച്ച് പലതവണ ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്താനും ധൈര്യം കാണിച്ചിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് പെൺകുട്ടി കൊല്ലപ്പെട്ട സമയത്തിന് ശേഷം ഇയാൾ തൊടിയപ്പുലത്ത് അടുത്തൊരു വീട്ടിലെത്തി വെള്ളം ചോദിച്ചു വാങ്ങി കുടിച്ചു. വീട്ടുകാരെ വിളിക്കാൻ ഫോൺ ചോദിച്ചു വാങ്ങി വിളിക്കുകയും ചെയ്തു. ഒട്ടും സംശയിക്കാൻ പോലും ആകാത്ത വിധം സാധാരണക്കാരനായാണ് ആൺകുട്ടി പരിസരവാസികളോടും ഇടപെട്ടത്. കൃത്യം പോലീസിനോട് വിവരിക്കുമ്പോൾ ഇയാൾക്ക് ഒരു തരത്തിലുള്ള ഇടർച്ചയോ ഭയമോ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. മൃതദേഹം കണ്ട സ്ഥലത്ത് പോലീസ് നായയും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ പരിശോധന നടത്തി. തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി. രാത്രി വൈകിയും പരിശോധനകൾ തുടരുകയാണ്. കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, കാരണം എന്താണ് തുടങ്ങിയ സംശയങ്ങൾക്കൊന്നും ഉത്തരമായിട്ടില്ല. നിലമ്പൂർ ഡിവൈഎസ്പിയുടെയും വണ്ടൂർ, കാളികാവ്, കരുവാരക്കുണ്ട് CIമാരുടെയും നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നിരീക്ഷണത്തിലുള്ള വിദ്യാർത്ഥിയെ കൂടുതൽ തെളിവെടുത്ത ശേഷം ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം തന്നെ ഇത്തരത്തിൽ 14-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയതിന്റെ ഞെട്ടലാണ് വാണിയമ്പലം തൊടികപ്പുലം പുള്ളിപ്പാടം ഗ്രാമം. പിന്നിൽ ആൺസുഹൃത്തായ വിദ്യാർത്ഥിനിയാണെന്ന് കൂടി അറിഞ്ഞതോടെ നടന്നതൊന്നും വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും. കുട്ടി വൈകിട്ട് തിരിച്ച് വീട്ടിലെത്താതിരുന്നതിനെ തുടർന്നാണ് മാതാവ് പിന്നീട് പോലീസിനെ അറിയിച്ചത്. ഉടൻ പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ തന്നെ അന്വേഷണം അവിടെ നടക്കുകയായിരുന്നു. മുൻപ് ശല്യം ചെയ്തിരുന്ന +2 വിദ്യാർത്ഥിയെക്കുറിച്ചും സൂചന നൽകുകയും ചെയ്തു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് വിദ്യാർത്ഥിയിലേക്ക് സംശയമുന നീണ്ടത്. അതിനിടയിൽ വീട്ടിലേക്ക് വിളിച്ച പെൺകുട്ടി താൻ ഉടൻ എത്തുമെന്ന് ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. ആ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്നവരെയാണ് ഇന്നലെ ദുരന്ത വാർത്ത തേടിയെത്തിയത്. വിദ്യാർത്ഥികൾ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വിജന സ്ഥലത്ത് എങ്ങനെ എത്തി എന്നത് കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്. മാത്രമല്ല, കൃത്യമായിട്ട് ഇപ്പോൾ ആൺകുട്ടി സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പെൺകുട്ടിയെ അപായപ്പെടുത്തിയതിന് പിന്നിലെ കാരണം കണ്ടെത്താനും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ റെയിൽവേ പുറമ്പോക്ക് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും പലതവണ പരാതികൾ ഉയർന്നിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥിക്ക് ഇത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടക്കും. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നതടക്കമുള്ള സംശയങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സ്ഥിരീകരണമാകൂ.